ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെ വീക്കിന് തൊട്ടു മുമ്പുള്ള അവസാന എവിഷനിൽ ഈ ഒരു സീസണിൽ PR ഇല്ലാതെ വന്ന് ബാക്കിയുള്ള സകല കണ്ടസ്റ്റൻസിന്റെയും PRന്റെ സഹായത്താൽ ഇവിടം വരെ എത്തിയ സാബുമാൻ ഈ ഒരു സീസണോട് ഒഫീഷ്യലി വിട പറഞ്ഞിരിക്കുകയാണ്. അതെ, സാബുമാൻ എവിക്റ്റ് ആയിരിക്കുകയാണ് 13ാം ആഴ്ചയിൽ. സാബുമാനെ കുറിച്ച് പറയുമ്പോൾ എന്നേ പോവേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. വെറും വാഴയായിട്ട് 5ാമത്തെ ആഴ്ച മുതൽ അല്ലെങ്കിൽ 4ാമത്തെ ആഴ്ച മുതൽ ഈ ഒരു സീസണിലേക്ക് ഒരു വൈൽഡ് കാർഡ് ആയിട്ട് വന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ ഒരു സീസൺ ആയിട്ട് സാബുമാന്റെ സൈഡിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നില്ല. അവിടെ വെറുതെ ഫുഡ് അടിച്ച് വെറുതെ അവിടെ കറങ്ങി നടക്കുന്നു. അതല്ലാതെ തന്റേതായ അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും തന്നെ സാബുമാന്റെ സൈഡിൽ നിന്നും നമ്മൾ പ്രേക്ഷകരാരും കണ്ടില്ല. എന്നാൽ എന്തുകൊണ്ട് സാബുമാൻ ഈ 13ാമത്തെ ആഴ്ച വരെ നിന്നു എന്ന ചോദ്യത്തിന് ബിഗ് ബോസിന് പോലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എങ്ങനെയാണ് സാബുമാൻ അവിടെ നിന്നത്? പ്രേക്ഷക സപ്പോർട്ട് എവിടുന്ന് വന്നു? അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നിന്ന കണ്ടസ്റ്റൻസ് എങ്ങനെ അവിടെ ഇത്രയും ദിവസം പിടിച്ചു നിന്നു? എനിക്ക് തോന്നുന്ന ഈ ഒരു സീസണിൽ പല കണ്ടസ്റ്റൻസും അങ്ങനെ തന്നെ ഉണ്ട്. ഒന്നിനും കൊള്ളാത്ത പല വാഴകളായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസും പല രീതിയിലുള്ള PR-ന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ സാബുമാനും നിൽക്കാനുള്ള യോഗ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റ് കണ്ടസ്റ്റൻസിനോടുള്ള പ്രേക്ഷകരുടെ വെറുപ്പ് കൊണ്ടും അവരെ പുറത്താക്കാൻ വേണ്ടി ക്രോസ് വോട്ട് ചെയ്തും സാബുമാനെ അവിടെ നിർത്തിക്കൊണ്ടിരുന്നു. അതുപോലെ മറ്റു പല കണ്ടസ്റ്റൻസിന്റെ PR ഏജൻസികൾ വോട്ട് മറിച്ചും അവരുടെ കണ്ടസ്റ്റൻസിനെ നിർത്താനും അവർക്ക് താല്പര്യമില്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ പുറത്താക്കാൻ വേണ്ടി വോട്ട് മറിച്ച കൂട്ടത്തിൽ അതിന്റെ വാലായിട്ട് നമ്മുടെ സാബുമാനും രക്ഷപ്പെട്ടു പോന്നിരുന്നു. വാഴ നനയുമ്പോൾ ചീരയും കൂടെ സൈഡിൽ കൂടെ നനഞ്ഞു പോരുമെന്ന് പറയുന്നത് പോലെ സാബുമാനും സൈഡിൽ കൂടെ കയറി പോന്നുകൊണ്ടേയിരുന്നു. എങ്ങനെയൊക്കെയോ 13ാമത്തെ ആഴ്ച എത്തി. അല്ലാതെ ഒരു ബിഗ് ബോസ് മെറ്റീരിയലിനോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ എന്തെങ്കിലും തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങളോ നിലപാടുകളോ സാബുമാന്റെ സൈഡിൽ നിന്നും ഉണ്ടായതായിട്ട് ഞാൻ കണ്ടില്ല. ഗെയിമുകളും ടാസ്കുകളും നോക്കിക്കഴിഞ്ഞാൽ പോലും അട്ടർ ഫ്ലോപ്പ് എന്ന് മാത്രമേ സാബുമാനെ കുറിച്ച് പറയാൻ സാധ്യതയുള്ളൂ. ടോപ്പ് 5 എത്തുന്ന കണ്ടസ്റ്റൻസ് പോലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുമ്പോഴും സാബുമാനെ സേവ് ചെയ്തുകൊണ്ടിരുന്നു. പ്രേക്ഷകരാണോ, PR ഏജൻസികൾസ് ആയിരുന്നോ, അതോ ക്രോസ് വോട്ട് ചെയ്തിരുന്ന പ്രേക്ഷകരാണോ, ആരൊക്കെയാണെന്ന് അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സീസണിൽ നല്ലൊരു ഭാഗ്യം ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു സാബുമാൻ. ഇതുവരെയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഒടുവിൽ ഫിനാലേക്ക് തൊട്ടു മുമ്പുള്ള വീക്കിൽ സാബുമാൻ എവിക്റ്റ് ആയിരിക്കുകയാണ്. എന്തോ ഫിനാലെ വീക്കിലേക്ക് എത്താൻ സാബുമാന് ഭാഗ്യം തുണച്ചില്ല എന്ന് തോന്നുന്നു. അതോ PR ഏജൻസികൾ കൈവിട്ടോ എന്ന് പോലും അറിയത്തില്ല മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെയൊക്കെ. എനിവേസ് സാബുമാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒഫീഷ്യലി എവിക്റ്റ് ആയിരിക്കുകയാണ്. എന്താണെങ്കിലും സാബുമാന്റെ എവിഷനെ പറ്റി നിങ്ങൾ പ്രേക്ഷകർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക.